ഈ ചാരിറ്റി ചെയ്യുന്നവരെ ദൈവത്തെ പോലെ കാണുന്ന നാടാണ് നമ്മുടെ ഇത്, അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മൈൻഡ് സെറ്റ് കാരണം ചാരിറ്റിയുടെ മറവിൽ പല ഉടായിപ്പന്മാരും വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ പാവങ്ങളുടെ അടുത്ത് കരുണ കാണിക്കുമ്പോൾ മേലെയുള്ളവൻ നിന്റെ അടുത്ത് കരുണ കാണിക്കും, അങ്ങനെയൊക്കെ ഓരോ ഡയലോഗ് ഉണ്ട്. മനോഹരം. നിനക്ക് പറ്റിയ ചൊല്ലിതൊന്നല്ല, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും എന്നുള്ളതാണ്. കാരണം ഞാൻ എത്രത്തോളം പാവങ്ങൾക്ക് പൈസ കൊടുക്കുന്നു അതിൽ കൂടുതൽ ദൈവം എനിക്ക് വാരിക്കോരി തരുന്നുണ്ട്. അന്നത്തെ സുജിനും ഇന്നത്തെ ഞാനും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ പണ്ടിങ്ങനെ പാവത്താനെ പോലെ വീഡിയോയിൽ വന്നിരുന്ന സുജിന് ഇന്നിപ്പോ അഹങ്കാരത്തോടു കൂടി വന്നിരുന്ന വീഡിയോ ചെയ്യുന്നു. ആ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. പറഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ കാര്യം അങ്ങനെ വല്ലാണ്ട് വ്ലോഗ് എടുത്ത് കാണിക്കുക, വീഡിയോ എടുക്കുക ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞേ, അത് നമ്മൾ ആദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കടങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞേ, ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ. അന്നത്തെ എനിക്ക് വെറുതെ നടന്ന കിട്ടുന്നുണ്ട് 1 ലക്ഷം റുപ്യ അല്ലെങ്കിൽ 50,000 റുപ്യ കിട്ടുന്നുണ്ട്. കാരണം ഇങ്ങനെയും പൊങ്ങച്ചൻ പറയുന്നു അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നത്. നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ വണ്ടി എടുത്തത്. അതായത് ഇപ്പൊ നിങ്ങളെ കണ്ടിട്ടായിരിക്കും BM എടുത്തത്. ഇപ്പൊ ഞാൻ വണ്ടി പണിക്ക് കിട്ടുന്നതാണ്. എന്തെങ്കിലും പൂത്ത കാശുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചോണോ. പിന്നെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊന്ന് കാണിച്ചു തരാം. ആയിക്കോട്ടെ. അതായത് ഉത്തമ മനസ്സിലായി. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. അത്രയും ക്യാഷ് വാങ്ങിയിട്ട് ഈ സുജിനെ പോലുള്ള ആൾക്കാർ ഈ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ലൈഫ് സ്റ്റൈല് ഭയങ്കര സംഭവമായിട്ട് കാണിക്കുന്നു. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികളുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മളിപ്പോ ഉള്ള പാവപ്പെട്ടവർ എന്താക്കുന്നു, ഇത്തരം ആപ്പുകളിൽ കൊണ്ടുപോയി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവസാനം ഈ ആപ്പുകൾ എന്താക്കുന്നു, നമ്മളെ മൂഞ്ചിപ്പിച്ച് പോകുന്നു. പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല. ഇതിലെല്ലാം പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിച്ചിട്ട് എത്രയോ ആളുകൾ ഇന്ന് ആത്മഹത്യയുടെ വക്കീലാണ്. എന്തൊരാളുകളാ ഭഗവാനാ ഇത്. എത്ര ആളുകളുടെ ജീവിതം ഇവൻ കാരണം കോഞ്ഞായിട്ടായിട്ടുണ്ടാക്കും. എന്നിട്ട് ഇവൻ വന്ന് ഡയലോഗ് അടിക്കാണ്, നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, നമ്മൾ നമ്മളെ കാര്യം നോക്കി ജീവിക്കാണെന്ന്. കള്ളപ്പന്നി.